ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ എപ്പോഴും തയ്യാറാക്കി എടുക്കുന്ന ഇഡലിയുടെ റെസിപ്പി അല്ല, ബാക്കി വന്ന ചോറും കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ആണ്. അരി അരച്ചിട്ട് പൊങ്ങാനൊന്നും വെക്കണ്ട, വെറും 15 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി ചോറ് ബാക്കി വന്നാലും വിഷമിക്കേണ്ട, രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം വെള്ള അരിയുടെ ചോറാണ്. മട്ട അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടാക്കിയെടുക്കുന്ന ഇഡലിക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറ്റം വരുമെന്നേ ഉള്ളൂ. ഇനി ഈ ചോറ് 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തരി കാണാനേ പാടില്ല. ചെറിയ ജാറിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കുകയും ചെയ്യാം, നല്ലവണ്ണം അരിഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതുപോലെയാണ് വേണ്ടത്. വെള്ളം കൂടി പോവരുത്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവിന് വ്യത്യാസം വരുത്താം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. റവയൊക്കെ ഒന്ന് കുതിർന്ന് വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റ്നെസ് ഒന്ന് കുറയുമെന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. റവയിൽ വെള്ളം പിടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. നമ്മൾ ഇഡലി മാവിൻ്റെ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. അപ്പം വെള്ളം വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം കൂടി പോവരുത്. അപ്പോൾ ദാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇഡലി തട്ടിൽ നല്ലവണ്ണം എണ്ണ തടവിയതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. 10 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തി വല്ലതും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. മാവൊന്നും പിടിച്ചു വരുന്നില്ല. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ തട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റാവൂ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മാറ്റാം. തണുത്തിട്ട് ഇളക്കി മാറ്റിയാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡലി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഇഡലിക്ക് ഉണ്ടാക്കുന്ന എന്ത് കറിയും ഇതിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയേ, നല്ല ടേസ്റ്റുമാണ്. കുട്ടികളാണെങ്കിൽ കറി പോലും ഇല്ലാതെ ഇത് കഴിച്ചോളും. എല്ലാ വീടുകളിലും മിക്ക ദിവസങ്ങളിലും ചോറ് ബാക്കി വരും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.